ഹായ് ഡിയർ, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ കൺമണി കുറച്ചൊരു തീരുമാനം എടുക്കാൻ കേട്ടോ ധനലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട്. ഞാൻ ആരെ വിവാഹം കഴിക്കേണ്ടത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. നിങ്ങളുടെ ഒരു അഭിപ്രായം എനിക്ക് ആവശ്യമില്ല. ഞാൻ ആരെ കല്യാണം കഴിക്കേണ്ടത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന രീതിയിൽ കൺമണി ധനലക്ഷ്മിയോട് വെല്ലുവിളിച്ചിട്ട് തന്നെ അകത്തേക്ക് പോകുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് കൃഷ്ണന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ റൂമിലിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഗോകുല് വരുന്നുണ്ട്. അപ്പം പറഞ്ഞത് കലക്കി, അങ്ങനെ തന്നെയാണ് വേണ്ടതെന്ന് പറയുന്നു. എന്താ നീ പറയുന്നത്? അമ്മയ്ക്കിട്ട് നല്ലൊരു മറുപടിയാണ് അപ്പം ഇന്ന് പറഞ്ഞത്. കാരണം ആരെയാണ് വിവാഹം കഴിക്കേണ്ടതെന്നുള്ളത് അപ്പം തുറന്ന് പറഞ്ഞല്ലോ എന്ന് പറയുന്നു. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഗോകുലേ എന്ന് പറയുന്നു. പിന്നെ അപ്പയ്ക്ക് ഇഷ്ടമുള്ള ഒരാളെ വിവാഹം കഴിക്കുമെന്നല്ലേ അത് പറഞ്ഞതിനർത്ഥം? അതാരാ? കൃഷ് സാർ തന്നെ, വേറെ ആരാ? നീ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. പിന്നെ ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇന്ന് ഓഫീസിൽ കൃഷ് സാർ ഉണ്ടായിരുന്നില്ലേ അപ്പയുടെ കൂടെ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാണെന്ന് അപ്പയ്ക്ക് മനസ്സിലായോ? അപ്പയെ ഒറ്റയ്ക്ക് തനിച്ചാക്കാനായിട്ട് നിൽക്കണില്ല എന്ന് പറഞ്ഞിട്ടാണ് സാറും കൂടെ വന്നിട്ടുള്ളത്. അത് സ്നേഹം കൊണ്ടല്ലേ അപ്പയെന്ന് പറയുന്നു കേട്ടോ. ഇതൊന്നും എനിക്കറിയില്ലടോ. എന്താണ് ഇപ്പം ഞാൻ എന്താ പറയേണ്ടത്? അപ്പം എത്രയും പെട്ടെന്ന് തന്നെ കൃഷ് സാറിനോട് തൻ്റെ സ്നേഹങ്ങളെല്ലാം തുറന്നു പറയണമെന്ന് പറയുന്നു. അതൊന്നും ശരിയാവില്ലടാ എന്ന് പറയുന്നു. പക്ഷെ ഞാനൊരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ് ഗോകുലെ. വരുണിനോട് എത്രയും പെട്ടെന്ന് തന്നെ കൃഷ് സാറ് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ വിവരം ഞാൻ തുറന്ന് പറയണമെന്ന് വിചാരിക്കുന്നുണ്ടെന്ന് പറയുന്നു. അത് ആ വരുൺ ചേട്ടനോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പേ. കാരണം വരുൺ ചേട്ടൻ ഒരു സൈക്കോ ആണ്. അതുകൊണ്ട് തന്നെ നല്ലൊരാളോട് വേണം പറയാൻ. അത് പ്രത്യേകിച്ച് കൃഷ് സാറിനോട് തന്നെ അപ്പോൾ പറയുകയാണെങ്കിൽ അത്രയും നല്ലതല്ല അപ്പേ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഞാനത് പറയാൻ നിന്നതാടാ ഓഫീസിൽ വെച്ച് തന്നെ. പക്ഷേ എന്ത് ചെയ്യാനാ, സാർ അപ്പോൾ കിടന്നുറങ്ങുകയാണ് ചെയ്തതെന്ന് പറയുന്നു. സാറിനെ നേരെ നിർത്തി തന്നെ അപ്പം എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വഴുകണ്ട, എത്രയും പെട്ടെന്നാവട്ടെ. ഇന്ന് അമ്മയും അച്ഛനും കൂടി കല്യാണം ഉറപ്പിച്ച് വന്നത് കണ്ടില്ലേ, അത് ഇത്രയും പെട്ടെന്ന് മുടക്കണം. എന്നിട്ട് സാറിനെ തന്നെ അപ്പ കല്യാണം കഴിക്കണമെന്ന് പറയുന്നു. നീ ഒന്ന് പോയി, ഞാനൊന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ശരിക്കും നടക്കണേ എന്ന് പറയുന്നു. ഉത്തരവ് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കൺമണി കുളിക്കാനായിട്ട് പോകുന്ന സമയത്ത് തന്നെ അമ്മായിമാരവിടെ നിൽക്കുന്നുണ്ട്. കൺമണി അവിടെ നിൽക്ക്, ഒരു കാര്യമുണ്ട്. നീ എല്ലാ സമയത്തും പോയിട്ടും വരണതൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ കൺമണി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങളുടെ ആളാണെന്ന് പറഞ്ഞിട്ടാണ് നിന്നെ ഞങ്ങളുടെ ഒപ്പം നിർത്തിയിരിക്കുന്നത്. ധനലക്ഷ്മി ഞങ്ങൾക്ക് നല്ലൊരു ഓഫർ വെച്ചിട്ട് പോലും ഞങ്ങൾ അത് നിഷേധിച്ച് നിൻ്റെ കൂടെ നിന്നത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. പക്ഷേ നീ എങ്ങോട്ടാണ് പോണതും വരണതൊന്നും ഞങ്ങളോട് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് പറയുന്നു. ഓഫീസിൽ ഒരുപാട് വർക്കുണ്ടായിരുന്നു. ഞങ്ങളും ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. ഞങ്ങൾക്കറിയില്ലല്ലോ ഇങ്ങനെയൊരു വർക്കുള്ളത്. മാനസ മേഡം വന്നത് നിങ്ങൾ കണ്ടതല്ലേ എന്ന് പറയട്ടോ. മേഡം ഒരുപാട് ജോലി ഏൽപ്പിച്ചു, രാവിലേക്ക് തീർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് നേരം വഴുകിയതെന്ന് പറയുന്നു. മാനസമ്മയുടെ ഒരു പ്രതികാരത്തിൻ്റെ പേരിലാണ് എനിക്ക് തന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഇന്നലെ രാത്രി നീ തനിച്ചായിരുന്നു ഓഫീസിലെന്ന് പറയുന്നു. അപ്പോഴത്തേനും ഗൂഗിൾ വരുന്നുണ്ട്. അല്ല അപ്പച്ചിമാരെ, അപ്പം ഒരിക്കലും ഒറ്റയ്ക്കല്ല, ക്രിസ് സാറുണ്ടായിരുന്നു കൂടെ എന്ന് പറയുന്നു. നീ എന്താടാ സത്യമാണോ പറഞ്ഞതെന്ന് പറയും. അപ്പയോട് ചോദിച്ചു നോക്കുമെന്ന് പറയുന്നു. അപ്പോൾ കൺമണിയോട് ചോദിക്കുന്നു, സത്യമാണോ ഗൂഗിൾ പറഞ്ഞത്? ക്രിസ് സാർ ഉണ്ടായിരുന്നു എന്ന് പറയും. ക്രിസ് സാർ ഉണ്ടായിരുന്നു, നിനക്ക് കാവലായിട്ട് വന്നതാണോ ചോദിക്കുമ്പോഴത്തേന് അതൊന്നും എനിക്കറിയില്ല, ഞാൻ കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് കൺമണി അവിടുന്ന് മാറിപ്പോവാട്ടോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഗോകുൽ പറയുന്നുണ്ട്, നീ സത്യമാണോടാ നീ പറഞ്ഞത്? സത്യമാണ് അപ്പച്ചിമാരെ, ഇന്നലെ ക്രിസ് സാർ ഉണ്ടായിരുന്നു. അപ്പയ്ക്ക് ഫുഡ് കൊടുക്കാനും അതുപോലെ തന്നെ കോഫി ഉണ്ടാക്കി കൊടുക്കാനും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിക്കുന്ന ഒരു പെണ്ണ് ഒറ്റയ്ക്കൊരു സ്ഥലത്തുണ്ടായിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ എന്തായാലും അവിടെ ഉണ്ടാവില്ല എന്ന രീതിയിലൊക്കെ ഗൂഗിൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒറ്റയ്ക്കാക്കാൻ സാധിക്കുമോ ക്രിസ് സാറിന് കപ്പയെ എന്ന് പറയുമ്പോൾ അത് സത്യമാണ് നീ പറഞ്ഞത്. പിന്നെ എന്തൊക്കെയാണ് അവിടെ നടന്നതെന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് അപ്പയ്ക്ക് നാണമാണ് എന്തൊക്കെ പറയാൻ. പക്ഷെ നമുക്ക് ഊഹിച്ചൂടെ എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള രീതിയിലൊക്കെ. എന്തായാലും നടക്കട്ടെ. പിന്നെ വരുണുമായിട്ടുള്ള കല്യാണം എത്രയും പെട്ടെന്ന് നമുക്ക് മുടക്കണം. ക്രിസ് സാറിന് കൺമണി എത്രമാത്രം ഇഷ്ടമാണെങ്കിൽ ക്രിസ് സാറിനെ മുടക്കില്ലേടാ ആ കല്യാണം എന്ന് പറയുമ്പോൾ, ഒരു MD ആയിട്ട് ഇരിക്കുന്ന ഒരാളാണോ ഈ ചീപ്പ് കേസിനൊക്കെ വരുന്നത്? അത് ശരിയല്ല അപ്പച്ചിമാരെ, നമുക്ക് തന്നെ അത് മുടക്കി കൊടുക്കണം എന്ന രീതിയിൽ. അത് ശരിയാടാ, എന്തായാലും ഞങ്ങൾ തീരുമാനിച്ചു എന്ന രീതിയിൽ പറയുന്നു. അങ്ങനെ ചേട്ടൻ്റെ അടുത്തേക്ക് പോവാണ്. ചേട്ടാ, ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എവിടെ മനോജ് എന്ന് പറയുന്നു. മനോജിനെ വിളിക്കുന്നുണ്ട്. എടാ, നീയും ധനലക്ഷ്മിയും ചേർന്നിട്ട് ആ കൺമണിയുടെ കല്യാണം ഉറപ്പിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ പോയിട്ട് അതെന്നായാലും വേണ്ട അമ്മായിമാരെ എന്ന് പറയുന്നു. അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതിയോ, ഞങ്ങളുടെ അഭിപ്രായം ഒന്നും വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ധനലക്ഷ്മി അവിടേക്ക് വരുന്നുണ്ട്. അതിനെന്തിനാണ് നിങ്ങളുടെ അഭിപ്രായം?
അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, ഞാൻ തീരുമാനിച്ചു, ഞാൻ തന്നെ അത് നടത്തുമെന്ന് പറയുന്നുണ്ട്. അത് നിൻ്റെ കയ്യിലിരിക്കട്ടെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൺമണിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ അവളുടെ കല്യാണം നടക്കുള്ളൂ, അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നു. ആ സൈക്കോ വരുണിനെ കുറിച്ച് നിനക്ക് അറിയാനിട്ടാണ് മനോജ്, ഒരു ഭ്രാന്തിൻ്റെ പോലെയാണെന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയായാലും അവളുടെ കൂടെ അവനെ തന്നെ കല്യാണം കഴിപ്പിക്കും ഞങ്ങൾ എന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അത് നടക്കില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ആ 101 പവനും 10 ലക്ഷം രൂപയും തിരിച്ചു കൊടുക്കുക. അമ്പടി മനമേ, നീ എന്താ വിചാരിച്ചത്? നീ അത് പണയം വെച്ചിട്ട് അതിൻ്റെ പലിശ കാശ് കൊണ്ട് നീ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ ആ 10 ലക്ഷം തിരിച്ചു കൊടുക്കണമല്ലേടി, അത് നടക്കില്ല. നിൻ്റെ കയ്യിലിരിപ്പ് നല്ലതാണല്ലോ ധനലക്ഷ്മി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ നടത്തണം. പിന്നെ നിങ്ങൾ എന്നോട് വെല്ലുവിളിക്കാൻ നിൽക്കണ്ട, നിങ്ങളെ കയ്യിലുള്ള ആ വള ഇങ്ങ് ഊരി തന്നേന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ വളയോ ഞാൻ തരില്ലടി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ്. ആ സമയത്ത് തന്നെ കൺമണിയും അതുപോലെ ഗോകുലും വരുന്നുണ്ട്. ഓ വന്നോ മഹാറാണി, ഇനിയിപ്പോൾ കുളിച്ചു ഒരുങ്ങി പോവുമായിരിക്കും. ഇപ്പോൾ പിന്നെ രാത്രി നൈറ്റ് എവിടെയോ രാവിലെ ആകുമ്പോഴത്തേനെ വരും. ഇതൊക്കെയല്ലേ ഇവ നിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഞങ്ങൾ കൺമണിയെക്കുറിച്ച് എന്താടി നീ പറഞ്ഞതെന്ന് പറഞ്ഞ് വഴക്ക് കൂടുന്ന സമയത്ത് നമ്മുടെ ധനലക്ഷ്മിയെ ഉന്തി തള്ളിയിടുക കേട്ടോ. അമ്മായിമാർ അങ്ങനെ വീഴുന്നുണ്ട്. അയ്യോ എൻ്റെ കൈ പൊട്ടിയെന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും അമ്മായിമാർ പേടിക്കുന്നുണ്ട്. അപ്പോൾ മനോജിനോട് പറയുന്നുണ്ട്, മനോജ് ചേട്ടാ എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്കുക, ഇവരെ അറസ്റ്റ് ചെയ്യിപ്പിക്കുക എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മായിമാർ അതൊക്കെ പറയുന്നുണ്ട്, നമുക്ക് ഇവിടുന്ന് പോവാടി എന്ന് പറഞ്ഞിട്ട് പോകുന്നു. എന്നിട്ട് അപ്പോഴത്തേനും കൺമണി വരുന്നുണ്ട് കേട്ടോ. എടുത്തി എന്തെങ്കിലും പറ്റുമോ, നീ പോടി, എനിക്ക് എന്തെങ്കിലും പറ്റുമോ, നിനക്കെന്താണ്, എന്തൊക്കെയൊക്കെ നടക്കാൻ പോകുന്നു, നീ കണ്ടോ, നിന്നെക്കൊണ്ട് ഞാൻ വരുണയെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കടി, കണ്ടോടി നീ പറയുന്നുണ്ട്. മനോജ് ചേട്ടാ പോലീസിനെ വിളിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരലക്ഷ്മി കൊണ്ട് പോവുകയാണ്. അതിനുശേഷം അമ്മായിമാർ സംസാരിക്കുന്നുണ്ട്. ധനലക്ഷ്മി ഒന്നിടണ്ടായിരുന്നു, ഇനിയിപ്പോൾ വലിയ കേസാവുമല്ലോ, അവൾ ഇനി ഹോസ്പിറ്റലിൽ പോയി നേരെ പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും പോവുക, പോലീസുകാർ വന്ന് ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോവാം എന്നൊക്കെ പറഞ്ഞ് പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയുന്നുണ്ട് ധനലക്ഷ്മിക്ക് കിട്ടേണ്ടത് കിട്ടി തന്നെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ്. എത്രയും പെട്ടെന്ന് അവളുടെ ആ പലിശക്കാശ് വാങ്ങണ കൈ തന്നെ ഒടിഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ കുറച്ച് ദിവസം അവൾ നിൽക്കട്ടെ, നമ്മൾ ചെയ്തൊരു തെറ്റല്ല, അവൾ ചോദിച്ചു വാങ്ങിയതാണത്, നമുക്ക് എത്രയും പെട്ടെന്ന് അലിഗയിലേക്ക് പോകാം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നിന്നാലാണ് പ്രശ്നം, എത്രയും പെട്ടെന്ന് പോവാം എന്ന രീതിയിലൊക്കെ അമ്മായിമാർ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ശരി നമുക്ക് പോകാമെന്ന് പറയുന്നു. പിന്നീട് കൺമണിയാണ് കാണിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വരുൺ വിളിക്കുമ്പോഴത്തേനും കൺമണി ഫോൺ എടുക്കുന്നില്ല. പിന്നെ കൃഷി വിളിക്കുന്നുണ്ട്, അപ്പോൾ തന്നെ വേഗം പോയി ഫോൺ എടുക്കുന്നുണ്ട്. മാത്രമല്ല കൺമണി ധനലക്ഷ്മി സാറിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും വൃത്തിയായിട്ട രീതിയിലാണ് സാറിനോട് സംസാരിച്ചത് എന്ന രീതിയിലൊക്കെ. അപ്പോഴാണ് സാറിൻ്റെ ഫോൺ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സംസാരിക്കുന്നുണ്ട് കൃഷി. കൺമണി തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, തൻ്റെ വീട്ടിൽ നടക്കുന്നത് കണ്ടിട്ട് ആകെ ടെൻഷനായി എനിക്ക്, ഞാൻ കാരണമല്ലേ കൺമണിക്ക് ഇങ്ങനെയൊക്കെ വരാനായിട്ട് കാരണമെന്ന് പറയുമ്പോൾ, സാറ് കാരണമൊന്നുമല്ല, ഈ വീട്ടിൽ ഇന്ന് ഞാൻ വൈകി വന്നതിനാണ് പ്രശ്നം, നാളെ ഞാൻ ജോലിക്ക് പോകുന്നതിനായിരിക്കും പ്രശ്നം, ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല സാർ, എന്തെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പുറത്തൊരാൾ അറിഞ്ഞപ്പോൾ ഒരു നാണക്കേടാണ് എനിക്ക്, സാറ് ഒന്ന് വിചാരിക്കരുതെന്ന് പറയുന്നു. സാറിനെയും കൂട്ടിക്കൊണ്ട് തന്നെയല്ലേ ഏടത്തിയമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോൾ, അത് സാറല്ല കൺമണി, കാരണം കൺമണിക്ക് അത്രമേൽ വിഷമമായില്ല ഞാൻ കാരണമെന്ന് പറയുമ്പോഴത്തേനും, സാറ് കാരണമല്ലല്ലോ സാർ, ഇതൊക്കെ നടക്കുന്നത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ തൻ്റെ പോലെ തന്നെ ഒരു വിഷമത്തിലാണ് ഞാനും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും എങ്ങോട്ടും പോകാൻ പറ്റാണ്ടായി ഇപ്പോൾ എന്ന് പറയുന്നു. സാർ എന്തിനാണ് വിഷമിക്കുന്നത്, സാറിന് പോകാൻ നല്ലൊരു ഇടം തന്നെയല്ലേ സാറിൻ്റെ വീട്, ധൈര്യമായിട്ട് സാറിന് ചെന്ന് കയറാവല്ലോ, സാർ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തന്നെ പോകണം എന്ന രീതിയിൽ കൺമണി കൃഷ്ണനോടായിട്ട് പറയുന്നതായിട്ടോ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിൽ കാണിക്കുന്നത്.